നമുക്ക് ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവില് വല്ലാത്തൊരു അടി തന്നെയാണ് നവീന് കിട്ടിയത്. നവീൻ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല ഇങ്ങനെ ഒരു ട്വിസ്റ്റ്. നന്ദുവിനെ സ്വന്തമാക്കണമെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അനിയും അവന്റെയും കൂടെ വിവാഹം കഴിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നവീൻ ഇടയ്ക്ക് കിടന്ന് കളിച്ചത്. അനാമികയോടും വേണുവിനോടും പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞ് എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ്. പക്ഷെ ഇത്രയും വലിയൊരു തിരിച്ചടി പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒടുവില് നവീന് വേണുവിനെ അനാമികയെ പോയി കാണുവാണ്. അങ്ങനെ അവരെ കണ്ട് അവരോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. നിങ്ങൾ എന്ത് പരിപാടിയാ കാണിച്ചേ? നിങ്ങൾ എന്ത് കാണിക്കാനാ കൊണ്ടേ പരാതി കൊടുത്തേ? നിങ്ങളോട് ആരാ കൊണ്ടേ പരാതി കൊടുക്കാൻ പറഞ്ഞേ? വിവാഹം മുടങ്ങുന്ന നവീൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എൻഗേജ്മെന്റ് മുടങ്ങിയതറിഞ്ഞപ്പോ നവീന് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. ഈ സമയത്ത് വേണു പറഞ്ഞു, അതെ, എന്റെ മോളെ അങ്ങനെ പെരുവഴിയിലാക്കിയിട്ട് അവന് എൻഗേജ്മെന്റ് നടത്തി വിവാഹം നടത്തി സുഖമായിട്ട് ജീവിക്കണ്ട. എനിക്കറിയാം എന്റെ മോളെ വഞ്ചിക്കാനായിരുന്നു അവന്റെ പുറപ്പാട്. അല്ലെങ്കിലും ഞങ്ങൾക്ക് പൈസയൊന്നും തരാതെ അങ്ങനെ ഒതുക്കത്തിൽ അങ്ങോട്ട് ഡിവോഴ്സും മേടിച്ചെടുത്തിട്ട് അവന്റെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാൻ അവൻ തീരുമാനിച്ചേ. അതൊന്നും നടക്കത്തില്ല വക്കീൽ സാറേ. അത് കേട്ട നവീൻ പറഞ്ഞു, നിങ്ങൾ എന്ത് ബുദ്ധിമോശമാ കാണിച്ചത്? ഈ വിവാഹ നിശ്ചയം നടക്കുമായിരുന്നെങ്കിൽ ഇത് പറഞ്ഞ് നമുക്ക് കോടതിയിൽ പൈസ വാങ്ങിച്ചെടുക്കായിരുന്നു. എല്ലാം നിങ്ങൾ കൊണ്ടേ നശിപ്പിച്ചില്ലേ? അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എത്രയും പെട്ടെന്ന് അവരുടെ വിവാഹ നിശ്ചയം നടക്കട്ടെ എന്നൊക്കെ. നവീനാണെങ്കിൽ നേരെ ഉരുണ്ട് കളിക്കണോ. അത് കേട്ടതും അനാമികയും വേണു ഒരു നിമിഷം ഞെട്ടിപ്പോയി. അല്ല, അത് പിന്നെ വക്കീൽ സാറേ, ഇനിയിപ്പൊ എന്നോട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അപ്പോഴേക്കും വേണു പറഞ്ഞു, ഇനി അവന്തികയും അനിയും തമ്മിലുള്ള വിവാഹ നിശ്ചയം അത് നടക്കണമെങ്കിൽ അവന്തി എന്റെ മോളുമായിട്ടുള്ള വിവാഹബന്ധം ഏർപ്പെടുത്തണമല്ലോ. അതുകൊണ്ട് എന്താണെങ്കിലും ഞാൻ പറയുന്ന ഡിമാൻഡ്സ് ഒക്കെ അനന്തമൂർത്തിക്ക് അനുസരിക്കാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതും വെറും നിങ്ങളുടെ തോന്നല് മാത്ര. മൂർത്തി സാറിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയത്തില്ലാത്തോണ്ടാ. അപ്പോഴേക്കും അനാമിക പറഞ്ഞു, അങ്ങനെയാണെങ്കിലേ ഇനി വിവാഹം കഴിക്കാൻ പോകുന്നില്ല. അവന് വിവാഹം കഴിക്കണമെങ്കിൽ ഞാൻ ഡിവോഴ്സ് കൊടുക്കണമല്ലോ. അത് കേട്ട് കഴിഞ്ഞപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് നവീൻ പറഞ്ഞു, അത് ശരിയാവാൻ പോകുന്ന കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അനിക്ക് ഡിവോഴ്സ് കിട്ടിയില്ലെങ്കിൽ അത് പ്രശ്നമാണെന്നുള്ള കാര്യം അറിയാം. അവന്തികമായിട്ടുള്ള വിവാഹം ഇനിയാണെങ്കിലും നടക്കണമെങ്കിൽ എത്രയും പെട്ടെന്ന് അനാമികമായിട്ടുള്ള ഡിവോഴ്സ് നടക്കണം പോലും. നവീൻ ആകെപ്പാടെ ടെൻഷനായി. എന്ത് ചെയ്യണം എന്നറിയത്തില്ല. ഇവരിങ്ങനെ മലക്കം പറയുന്നു ഒരിക്കലും നവീൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഒടുവിൽ വേണുവിനോട് പറഞ്ഞു, ഞാൻ നോക്കട്ടെ, എന്താ ചെയ്യാൻ പറ്റുന്നത് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നവീൻ അങ്ങോട്ട് പോയത്. ഈ സമയത്ത് അനാമിക വേണുവിനോട് പറഞ്ഞു, അച്ഛാ, അതെ, ആ വക്കീലിൽ എന്തൊക്കെ ഊടായിപ്പുണ്ട്. നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നുമല്ല ആളെന്ന് പറഞ്ഞു. എനിക്കും അതൊക്കെ തോന്നുന്നുണ്ട് മോളെ. മിക്കവാറും അവന്തികയുടെ അനിയുടെയും കൂടെ കല്യാണം നടത്തിയിട്ട് നന്ദുവിനെ സ്വന്തമാക്കാനായിട്ടുള്ള അയാളുടെ ഊടായ്പം കാര്യങ്ങളാ നമ്മൾ ഈ പരാതി കൊണ്ടേ കൊടുത്ത്. അതുകൊണ്ട് അയാൾക്ക് ഇഷ്ടപ്പെടാത്തെന്ന് പറഞ്ഞു. ഈ സമയത്ത് ആദർശിന് നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഒരു പക്ഷേങ്കിൽ ഇപ്പൊ തന്നെയാണെങ്കിലും അനാമിക ഈ ഡിവോഴ്സ് കൊടുക്കാതെ മുന്നോട്ട് പോകുന്നതിൽ എന്തെങ്കിലും പങ്കുണ്ടോ എനിക്ക്? അതായത് നന്ദു അനിയും തമ്മിൽ ഇഷ്ടത്തിലാണെങ്കിൽ നവീൻ ഇടേന്റെ ഇടയ്ക്ക് കിടന്ന് കളിക്കുന്നുണ്ടോ എന്നൊരു ചിന്ത. അപ്പൊ ഇതിനെക്കുറിച്ച് നയനയോട് പറയുന്നുണ്ട്. എനിക്ക് നല്ല സംശയമുണ്ട്. ഒരു പക്ഷേങ്കിൽ അവന്തികയായിട്ടുള്ള വിവാഹ നിശ്ചയം അനി ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് നവീനോട് പറഞ്ഞിട്ടാണ്, നവീനും കൂടെ ചേർന്നിട്ടാണ് ഇതുപോലത്തെ പരിപാടികളൊക്കെ ഒപ്പിച്ചിരിക്കുന്നതെന്ന്. അല്ല, ആദർശേണ്ട എന്താ ഉദ്ദേശിക്കണേ? എനിക്ക് തോന്നേ ഇപ്പൊ അവന് ഡിവോഴ്സ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ കല്യാണം കഴിക്കേണ്ടി വരത്തില്ലേ? അപ്പൊ നവീനോട് പറഞ്ഞു കാണുമായിരിക്കും, വേണമെങ്കിൽ ഇപ്പൊ ഡിവോഴ്സ് എനിക്ക് വേണ്ടാന്ന്, പിന്നെ മതിയെന്ന്. അങ്ങനെയൊക്കെ ചില തോന്നലും കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിലുണ്ടാകുന്നുണ്ട്. അത് കേട്ടപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് നയന പറഞ്ഞു, അങ്ങനെയൊക്കെ ഉണ്ടാവുമോ? എനിക്കറിയത്തില്ല. നവീൻ അങ്ങനെ ചെയ്യുമോന്ന് ചോദിച്ചു. ഒന്നും പറയാൻ പറ്റില്ല. അവര് ഭയങ്കര ഫ്രണ്ട്സ് അല്ലേ. അപ്പം ചിലപ്പോൾ ഇതിലപ്പുറം കൂട്ടുകാരന് വേണ്ടി ചിലപ്പോൾ നവീൻ ചെയ്തെന്നിരിക്കും. ആദർശന് അങ്ങനെ ചില സംശയങ്ങളൊക്കെയാണ് തോന്നുന്നത്. ഇതേ സമയത്ത് ഭ്രാന്ത് പിടിച്ചൊരവസ്ഥയായി പെടുന്ന അവന്തിക നാഗേന്ദ്രനെ കാണാൻ ചെല്ലുവാണ്. വിവാഹ നിശ്ചയം മുടങ്ങിയെന്നറിഞ്ഞപ്പോ നാഗേന്ദ്രന് സഹിച്ചില്ല. നാഗേന്ദ്രൻ അവന്തിക സമാധാനിപ്പിച്ചു. സാരമില്ല പോട്ടമോളെ, നീ സമാധാനമായിട്ടിരിക്കുക. അച്ഛാ, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എനിക്ക് ആകപ്പാടെ ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. ആദ്യം നവീനെണ്ണ, ഇപ്പോഴനി. അതെ, മോള് വിഷമിക്കൊന്നും വേണ്ട. ഉറപ്പായിട്ടും അനിയുടെ മോളുടെയും വിവാഹം നടക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങൾ നടക്കുള്ളൂ. എൻ്റെ മൂർത്തി എൻ്റെ മുന്നിൽ മുട്ടുകുത്തിക്കണമെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള വിവാഹം നടക്കണം. പിന്നെ നമ്മൾ തമ്മിൽ അടുപ്പമുണ്ടെന്നുള്ള കാര്യം അതിനുശേഷം മാത്രമേ ആ കുടുംബത്തിലെല്ലാവരും അറിയാൻ പാടുള്ളൂ. എന്തിന്, നിന്റെ അമ്മ പോലും. അല്ലെങ്കിൽ തന്നെ അമ്മയുടെ കാര്യം ഒന്നും പറയണ്ട.
അച്ഛനുമായിട്ട് എന്തെങ്കിലും അടുപ്പമുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ ആദ്യം എന്നെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടും. എന്നെ മാത്രമല്ല, അഭിയേട്ടനെ. അമ്മയ്ക്ക് എന്നെ നല്ല വിശ്വാസമുണ്ട്. പക്ഷെ അഭിയേട്ടന് ഒട്ടും വിശ്വാസമില്ല. അഭിയേട്ടൻ എന്തൊക്കെയോ കള്ളത്തരങ്ങൾ കാണിക്കുന്നുണ്ടെന്ന അമ്മയുടെ മനസ്സിലെ ചിന്ത. അമ്മ ഇടയ്ക്കിടയ്ക്ക് അഭിയേട്ടനെ വിളിച്ച് ചോദ്യം ചെയ്യുന്ന കാണാം. അതൊന്നും സാരമില്ല മോളെ, നീ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. തൽക്കാലത്തേക്ക് നീ ഇതുപോലെ തന്നെ മുന്നോട്ട് പോയാൽ മതി. അല്ല, ഈ പറയുന്ന അനിയുടെ അനാമികയുടെ എന്നാ ഡിവോഴ്സ് നടന്നു കഴിയുവാണെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള വിവാഹത്തിന് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. ഇല്ലെന്നാണ് പറഞ്ഞത്. എങ്കിൽ പിന്നെ അവർക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അത് ഞാൻ സെറ്റിൽ ചെയ്തോളാം. എനിക്കറിയാം എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ. അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം. മോള് ആ കാര്യമൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. ഈ പറയുന്ന അനന്തപുരിക്കാർക്ക് അവർക്ക് പൈസയും കാര്യങ്ങളൊന്നും കൊടുക്കത്തില്ലെങ്കിൽ, അതായത് ഡിവോഴ്സിന് പൈസ കൊടുത്താൽ മാത്രം ഡിവോഴ്സിന് സമ്മതിക്കുള്ളൂ എന്ന് പറഞ്ഞല്ലേ അനാമിക നിൽക്കുന്നേ. എന്താണ് ആനന്ദമൂർത്തി അത് കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ നമ്മുടെ ആവശ്യം നടക്കണമല്ലോ. നമ്മുടെ ആവശ്യം നടക്കണമെങ്കിൽ ഞാൻ ഇറങ്ങി ഇതിനകത്ത് കളിച്ചിട്ടേ കാര്യമുള്ളൂ. മോള് ധൈര്യമായിട്ടിരുന്നു. ഒരു കാരണവശാലും നന്ദു എന്ന് പറയുന്നുള്ള ആ വീട്ടിലേക്ക് കയറാൻ പോകുന്നില്ല. അച്ഛാ, എനിക്കതല്ല. ഇപ്പം നായനെ പോലും എന്നെ വെല്ലുവിളിച്ചു തുടങ്ങി. നന്ദു എന്ന് പറയുന്നത് ആ വീട്ടിലേക്ക് വരുത്തുമെന്ന് പറഞ്ഞുകൊണ്ട് അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ടെന്ന് പറഞ്ഞു. എന്തിനാ മോള് വിഷമിക്കണേ? ഞാനല്ലേ പറയണത്. എന്ത് വന്നാലും ഈ അച്ഛൻ മോളോടൊപ്പം ഉണ്ടായിരിക്കും. മോള് ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോ. ഇത്ര നാൾ എങ്ങനെയാണ് ആ വീട്ടിൽ അഭിനയിച്ചത് അതുപോലെ തന്നെ മുന്നോട്ട് നല്ല രീതിയിൽ തന്നെ അഭിനയിച്ച് പോയിക്കോ. ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ധൈര്യം കൊടുത്തു അവന്തിയേക്ക്. ഈ സമയത്ത് ജലജയ്ക്കാണ് നല്ല ടെൻഷനായിരുന്നു. അങ്ങനെ വിവാഹ നിശ്ചയം മുടങ്ങിയിരിക്കുക. എന്ത് ചെയ്യണമെന്നോർത്ത് ഇങ്ങനെ ഭ്രാന്തി പിടിച്ചിരിക്കുമ്പോഴത്തേനുമാണ് നയനെ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത്. നയനയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ജലജ അങ്ങോട്ട് പാഞ്ഞു തന്നു. എന്നിട്ട് പറഞ്ഞു, നിനക്കൊക്കെ ഇപ്പൊ സമാധാനമായി കാണുമല്ലോ. എൻ്റെ മോളുടെ കണ്ണീര് അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എല്ലാത്തിനും കാരണം നിന്റെ അനുജത്തി ഉണ്ടല്ലോ, ആ നന്ദു എന്ന് പറയുന്നോളാന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ നയന് പറഞ്ഞു, എൻ്റെ അനുജത്തി എന്ത് ചെയ്തെന്നാ പറഞ്ഞേ? അവൾ ഇങ്ങോട്ടേക്ക് വന്നോ കല്യാണം മുടക്കാനായിട്ട്? ഇല്ലല്ലോ. പിന്നെ വെറുതെ അപ്പച്ചി ഓരോന്നൊക്കെ പറഞ്ഞുണ്ടാക്കണ്ട. എന്താണെങ്കിലും ഞാനത് സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പം ജലജ പറഞ്ഞു, കൂടുതൽ നീ പറയണ്ടേ. നീ ഇവിടെ നിന്നാലും നിന്റെ മനസ്സ് എനിക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. അവൾ ഇങ്ങോട്ടേക്ക് വരണമെന്നായിരിക്കും നീ നിന്റെ കുടുംബത്തിലുള്ളവരും പ്രാർത്ഥിക്കുന്നത്. അത് ഈ ജന്മത്തിലുണ്ടാകത്തില്ല. ദേ അപ്പച്ചി, ഞാൻ വന്നിരിക്കുന്നേ പഴയ നയനായിട്ട് തന്നെയാ. ഇനി ഇതുപോലെ എന്തേലും വർത്താനം പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല ഞാൻ പ്രതികരിക്കുന്നത്. അറിയാലോ എന്ത് ചെയ്യുന്ന എനിക്ക് പോലും ചിലപ്പോൾ പറയാൻ പറ്റിയെന്ന് വരത്തില്ല. ഇപ്പം ഞാനിവിടെ എന്തൊക്കെ പറഞ്ഞാലും ആരും എന്നെ ഒന്നും പറയാൻ പോകുന്നില്ല. അത് അപ്പച്ചിക്ക് നന്നായിട്ടറിയാം. വീടിന്റെ കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടും എനിക്കും ആദർശേണ്ണും വിട്ടു തന്നിരിക്കുക മുത്തശ്ശന്. അപ്പൊ അതൊക്കെ നോക്കിയും കണ്ട് നിന്ന അപ്പച്ചിക്ക് കൊള്ളാമെന്നും പറഞ്ഞിട്ട് നായനെ അങ്ങോട്ട് പോയി. അത് സഹിക്കാൻ പറ്റിയില്ല. ഇവളെ ആദർശിനെയും കൂടെ എത്രയും പെട്ടെന്ന് തന്നെ ഈ വീട്ടിൽ നിന്ന് പായിക്കണം. എങ്കിലേ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകത്തുള്ളൂ. കുറച്ച് നാളൊരു സമാധാനം ഉണ്ടായിരുന്നു, വീണ്ടും സമാധാനക്കേട് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആ നന്ദു എന്ന് പറയുന്നവള് ഈ വീട്ടിലേക്ക് വന്നുകൂടാ. എങ്ങനെയെങ്കിലും അവളെ അനിയൻ തമ്മിൽ തെറ്റിക്കണം എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു. പക്ഷെ അനി ഭയങ്കര ഹാപ്പി ആയിരുന്നു. അനിക്ക് സന്തോഷമായി. ഇനിയിപ്പൊ പേടിക്കേണ്ട കാര്യമില്ല. അനാമികയായിട്ട് ഡിവോഴ്സ് കിട്ടാതിരുന്നാൽ മതി. അനാമികയായിട്ട് ഡിവോഴ്സ് കിട്ടാതെ തൻ്റെ അവന്തികയുടെ വിവാഹം നടക്കാൻ പോകുന്നില്ല. അത് മാത്രമല്ല, ഇപ്പം താൻ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിട്ടുണ്ട് മുത്തശ്ശനോടും മുത്തശ്ശിയോടും ഒക്കെ. അതുകൊണ്ട് തനിക്കിന് ധൈര്യമുണ്ട്. അല്ലെങ്കിലും അവന്തികയെ പോലുള്ള ഒരു പെണ്ണിന്റെ കഴുത്തിൽ താലി ആർത്തോണ്ട് നല്ലതാണ്. നന്ദു അവൾ തൻ്റെ ജീവിതത്തിലേക്ക് വരണം. എന്തൊക്കെ വന്നാലും ഇനി ഏതറ്റം വരെ പോകേണ്ട വന്നാലും അവളുടെ കഴുത്തിൽ താൻ താലി ആർത്തുള്ളൂ എന്ന് അനി മനസ്സിൽ ഉറപ്പിച്ചു. അപ്പം അതിൻ്റെ കഥകളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.